ഹായ്, നമ്മളുടെ മൈൻഡ് പവർ ഹാഫ് ഡേ ഓഫ്ലൈൻ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ്. സോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹരീഷ്, കണ്ണൂരാണ് വീട്. ഇൻഷുറൻസ് ആണ്, PNB MetLife. ഓക്കെ, ശരി. അപ്പോൾ നമ്മളുടെ മൈൻഡ് പവർ ഡോക്ടർ റുബിൻ സാറിൻ്റെ ഓഫ്ലൈൻ പ്രോഗ്രാം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്ത് ഇൻസൈറ്റ് ആണ് കിട്ടിയേക്കുന്നത്? ഒരുപാട് ഓൺലൈനിലേക്കുള്ള വ്യത്യസ്തമായിട്ട് വളരെ ടച്ച് ചെയ്തിട്ട് മനസ്സിലായി പല കാര്യങ്ങളും. ഇപ്പം ക്വസ്റ്റ്യൻ ആയാലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം അടുത്ത് നിന്ന് കണ്ട് അറിയുന്നതും വ്യത്യാസം തന്നെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്തായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ? ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. അതിൻ്റെ അകത്ത് നമ്മൾക്ക് 3 ചോദ്യങ്ങൾ, ആര്, എന്ത്, ഇങ്ങനെയെന്നുള്ള ചോദ്യം ചോദിച്ചത് അത് വളരെ ഡീപ്പ് ഫീലിംഗ് ആയി. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നു. ശരി. അപ്പം നമ്മളുടെ ഇപ്പോൾ മൈൻഡ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം മൈൻഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്താണ്? ലൈഫിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ ഒരു മാനിഫെസ്റ്റേഷൻ ആയാലും എന്താണ് ഒരു ലൈഫിലെ വ്യത്യാസം എല്ലാത്തിനും ഒരു അത് സമചിത്തതയോടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ആദ്യം അതിൻ്റെ കാര്യകാരണ സഹിതം മാറ്റി അതിൻ്റെ അകത്ത് നമ്മളെ എങ്ങനെ ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ആദ്യം അത് എല്ലാത്തിനും അടക്കി കൊണ്ടുപോകുന്നത് ഇതിൽ വന്നതിന് ശേഷം അതിനെ ഓരോന്നിനും വേർതിരിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ വിപിൻ സാറിൻ്റെ ക്ലാസ് ബാക്കിയുള്ള കോച്ചസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ ഇതുപോലെയുള്ള ക്ലാസ്സുകളിലെല്ലാം സാധാരണ പങ്കെടുക്കുന്നതാണ്. വിപിൻ സാറിൻ്റെ ക്ലാസ് 2000 ഞാൻ പങ്കെടുത്തതാണ്. 2000 എനിക്ക് ഓർമ്മയുണ്ട്, കൊറോണ ആ സമയത്ത്, 2020 കൊറോണ സമയത്ത് പങ്കെടുത്തതാണ്. പിന്നെ അതങ്ങനെ 99 ക്ലാസ്സുകളിലായിട്ട് അങ്ങനെ വിട്ടു. ഒരു ക്രൂഷ്യൽ ടൈമിലാണ് ഞാൻ മൈൻഡ് സിൽവറിലേക്ക് വരുന്നത്. അതെൻ്റെ ലൈഫ് തന്നെ തിരിച്ച് കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറയാനുണ്ടാവില്ല. മനസ്സിലായി. ഓക്കെ. അപ്പം ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സാറിൻ്റെ ഡോക്ടർ വിപിൻ സാറിൻ്റെ മൈൻഡ് പവറിൻ്റെ ക്ലാസ്സുകൾ ബാക്കിയുള്ള ആൾക്കാർ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. ഓരോരാളും, കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ഇതിലെ കൂടി പ്രോസസ്സിലെ കൂടി കടന്നു പോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ്? ഓരോരാളും ട്രാൻസ്ഫോർമേഷൻ ആവണമെങ്കിൽ ഈ ഒരു സാറിൻ്റെ പ്രോഗ്രാം അല്ലാതെ വേറെ കേരളത്തിൽ പ്രോഗ്രാം ഇല്ല, ഉറപ്പാണ്. താങ്ക് യു സോ മച്ച്.